ഹായ് ഹലോ ഫ്രണ്ട്സ്, ഹായ് കൂട്ടുകാരെ. നമ്മളപ്പോൾ അങ്ങനെ ഒരു ചെറിയ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ പോണത് പല്ലശ്ശേനകാവിക്കാണ്, മീൻകുളത്തി അമ്പലം എന്നും പറയും. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, കാറിലാണ് പോണത്. ഏട്ടനാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടീനെ ഇടയ്ക്ക് ശ്രദ്ധിക്കണം, അവൻ ഫ്രണ്ടിലേക്ക് വരാൻ വേണ്ടി കേൾക്കണില്ല, ബാക്കിൽ തന്നെ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാക്കിൽ നല്ല കളിയായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ പതുക്കെ അങ്ങനെ പോയി. പിന്നെ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ കൂടിയാണ്. ഇന്ന് ഞങ്ങളുടെ 3rd വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴയുണ്ടായിരുന്നില്ല, പിന്നെ മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നല്ല രസമാണ് അമ്പലത്തിൻ്റെ വഴികളൊക്കെ കാണാനുണ്ട്. അത് ഫുള്ള് വില്ലേജാണ്, നല്ല ഭംഗിയാണ്, പാടവും ഒക്കെ നല്ല രസമാണ് കാണാൻ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. നമ്മളങ്ങനെ ഫ്രണ്ടിൽ കൂടെ പോയി. പിന്നെ നമ്മൾ പോയിട്ട് കുളത്ത് പോയിട്ട് കാല് കഴുകിയിട്ട് വരും. അപ്പം അതിന് വേണ്ടി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ മരത്തിന് മുകളിൽ നിറയെ കൊറ്റിയൊക്കെ ഇരുന്നുണ്ടായിരുന്നു, രാത്രിയല്ലേ. അപ്പം അങ്ങനെ പോയി ഞങ്ങൾ കുളത്ത് പോയി കാലൊക്കെ കഴുകി. അങ്ങനെ കാല് കഴുകി. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ മീനിന് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പൊരി മീനിന് ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ കുട്ടീനെ കണ്ടപ്പോൾ കുട്ടിയുടെ കയ്യിൽ കുറച്ച് കൊടുത്തു. അപ്പോൾ അവനങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ മീനിന് കൊടുത്തു, ഫുഡൊക്കെ കൊടുത്തു. അങ്ങനെ നമ്മൾ മീനിന് ഫുഡൊക്കെ കൊടുത്തു. അത് മീൻ ഫുഡ് കഴിക്കുന്നത് കുറച്ച് നേരം നോക്കി നിന്നു. പിന്നെ നമ്മൾ അങ്ങനെ അകത്തേക്ക് നമ്മൾ തൊഴുകാൻ കയറാൻ പോവുകയാണ് കേട്ടോ. നമുക്ക് ഉള്ളിലേക്ക് ഫോൺ അലോഡല്ല, അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് നമുക്ക് ക്യാമറ ഓഫ് ആക്കേണ്ടി വന്നു. ഉള്ളിലേക്ക് ഫോൺ അലോഡല്ല, അതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തൊഴുത് ഇറങ്ങി കേട്ടോ. കുട്ടി ഒരു വഴിയിലാവും, പറഞ്ഞിട്ട് കേൾക്കണില്ല, അവൻ വാശി പിടിക്കുക തന്നെ. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ആൾക്കാരെ പോയി തട്ടി, ആകെ പ്രശ്നം. പിന്നെ അതുപോലെ തന്നെ അന്ന് കാർത്തികയായിരുന്നു. അപ്പോൾ അവിടെ നല്ല ഭംഗിയിൽ ചിരാതിൽ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു, അതൊക്കെ കണ്ടു. കുട്ടിയും കുറച്ച് നേരം കളിച്ചു. പിന്നെ അതുപോലെ തന്നെ പുറത്തത്തെ അമ്പലത്തിൻ്റെ പുറത്തായിട്ട് നല്ല ഭംഗി ശില്പങ്ങളൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നടന്ന് ഇറങ്ങുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ 2 വലിയ മീനിനെ ഇങ്ങനെ വാർത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. കുറച്ച് നേരം നമുക്ക് മഴയുള്ള കാരണമാണ്, മഴയില്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് നേരം കൂടി നിന്നേനെ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി, പുറത്തേക്ക് ഇറങ്ങി. പിന്നെ നമ്മൾ അവിടെ ഫ്രണ്ടിൽ ചെറിയ ഭംഗിക്കൊക്കെ ഇതിൽ വെള്ളമൊക്കെ ഉണ്ടാവും ശരിക്കും, പക്ഷെ നമ്മൾ പോയിട്ട് വെള്ളമില്ല ഗൈസ്. പിന്നെ അങ്ങനെ ഞങ്ങളവിടെ 2 വിഗ്രഹം ഉണ്ടായിരുന്നു, ശിവഭഗവാന്റെ പിന്നെ മീൻകുളത്ത് നമ്മുടെ വിഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കാണാൻ കുറച്ച് നേരം കുട്ടിക്കൊക്കെ കാണിച്ചു കൊടുക്കാണ്ട് ഞങ്ങളവിടെ നിന്നു. അങ്ങനെ കേശു കുറേ നേരം വിഗ്രഹമൊക്കെ തൊട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിയെടുത്ത് ശിവഭഗവാനെ കൊഞ്ചിക്കൂ പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ വിളിക്കണം. അതേപോലെ കണ്ണുണ്ടായിരുന്നു, മൂക്കവിടെ പറയുമ്പോൾ അതൊക്കെ തൊട്ട് കാണിക്കണ്ടായിരുന്നു. പിന്നെ ഞങ്ങളടുത്ത് പാമ്പിനെ തൊട്ട് പറഞ്ഞപ്പം അതുമാത്രം എൻ്റെ കുട്ടി ചെയ്യുന്നില്ല. പാമ്പിനെ തൊട്ട് കാണിച്ചു, പക്ഷേ എന്നാലും ഒന്നും തൊടുന്നില്ല. അന്നോ അന്നോ അമ്മ അന്നോ അച്ഛ അന്നോ പറഞ്ഞുകൊണ്ടിരിക്കണം. വലിയ പേടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കുറച്ച് നേരം. പിന്നെ അങ്ങനെ അവിടെ മീൻകുളത്തി അമ്മൻ്റെയും കൂടി വിഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു. നമ്മൾ കാറിൽ പോയി നല്ലൊരു മെലഡി സോങ്ങൊക്കെ വെച്ച്
കേട്ടോ. നന്നായിട്ടങ്ങനെ വീട്ടിലേക്ക് അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു ഫ്യൂസ് തന്നു എനിക്ക് കഴിക്കാനായിട്ട്. പിന്നെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്കാരൻ ഒരു കേക്കും മേടിച്ചു. പിന്നെ നമ്മളൊരു അൽഫാമും ഒക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് കഴിച്ചു, അൽഫാം കഴിച്ചു. അങ്ങനെ സുഖമായി പോയി കിടന്നുറങ്ങി. ഓക്കെ, ബൈ. നോക്കി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.